ഇന്ന് നല്ല അടിപൊളി ഉള്ളിപ്പൂ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് അത് തന്നെയാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. ഉള്ളിയുടെ പോലെ ഇനി അതിന്റെ പൂവാണെങ്കിലും നന്നായിട്ട് കഴുകണം. എന്നിട്ട് നമ്മുടെ കളരി പരമ്പര ദൈവങ്ങൾ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ച് പ്രധാന ആയുധങ്ങളായ കട്ടിംബോർഡും കത്തിയും കൂടെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിപ്പൂ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മൂട്ടിൽ 2 തട്ട് എന്നിട്ട് കട്ടിംബോർഡിലേക്ക് വെച്ച് നല്ല കിച്ച് അങ്ങനെ അരിഞ്ഞെടുക്കുക. കത്തിക്ക് നല്ല മൂർച്ച ആയതുകൊണ്ട് ഇങ്ങനെ കുനുകുനെ അരിഞ്ഞെടുക്കാൻ നല്ല ഈസിയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കൈവിരലുകൾ മുറിയാതെ നോക്കണേ. അങ്ങനെ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും എല്ലാം തിരിഞ്ഞ് നിന്ന് ഞാൻ ആ സാധനം ഒരുവിധം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം മാത്രം വീഡിയോ എടുത്തിട്ട് പിൻഭാഗത്തിന് ഒരു ഈഗോ വേണ്ടെന്ന് വെച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ആ തുണുടുക്കാത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഒരു മുറി തേങ്ങ ഇരുന്നില്ലാണ്ടായി പോയിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ വഴിയൊന്നും ഇല്ലല്ലോ, ഒരു തേങ്ങ കൂടെ അങ്ങോട്ട് പൊതിച്ചെടുക്കാം. തേങ്ങ കഷ്ടപ്പെട്ട് പൊതിക്കാൻ ഞാനും വെള്ളം കുടിക്കാൻ കുറെ മാങ്ങാണ്ടി പിള്ളേരും. അതുകൊണ്ട് ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് പൊതിച്ച തേങ്ങയുടെ വെള്ളം ഞാൻ മാത്രം കുടിക്കും. തേങ്ങ വെള്ളം കുടിച്ച് എനർജി ലെവൽ കൂടി സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി നല്ല പച്ച കാന്താരിയും കൂടി ഇട്ടങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് എടുക്കാം. പിന്നെ കുറച്ച് ജീരകവും തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിരിക്കാം. പുറത്തടുപ്പിൽ ഇപ്പൊ കുക്കിംഗ് ചെയ്ത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പുറത്തടുപ്പ് ഒരു കള്ള പന്നിന്റെ മോവെന്ന് ഇല്ലാണ്ടാക്കിയിട്ട് പോയി. ഇനി പുതിയത് മേടിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കടുകെല്ലാം ഞക്കറ് മുക്കറെ പൊട്ടുമ്പോൾ ദേണ്ട ഈ ഉള്ളിപ്പൂവും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി നമ്മളെ തേങ്ങാക്കൂട്ടും കൂടി ഇട്ട് 2 ഇളക്ക്. ഇനി ഇതെല്ലാം കൂടെ വാരി ഇട്ട് ഇളക്കുന്നതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ ഇല്ലയോന്ന് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കിച്ചണും കൂടെ ഒന്ന് വൃത്തിയായി കൊടുക്കാം, ഇല്ലെങ്കിൽ പോരാള് കൈവയ്ക്കും. ഇനി അടച്ചു വെച്ച് വേവിച്ചിട്ട് ആ അടപ്പ് തുറക്കുമ്പോ ഉണ്ടല്ലോ എന്റെ അളിയാ നല്ല അടിപൊളി തോരത്തിന്റെ മണം. അയ്യേ ദേണ്ട്ര ഇത് അവനല്ലേ തോരൻ എന്നാണെങ്കിൽ പിന്നെ ഈ നാട്ടുമ്പുറത്തുകാരെ എനിക്ക് ഇംഗ്ലീഷ് മെനു ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ തോരത്തിന്റെ മണം അടിച്ചിട്ടാണോ എന്ന് അറിയാൻ വയ്യ. ദേണ്ട ഒരുത്തൻ എവിടെ നിന്നൊക്കെയോ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അമ്മാ ദേണ്ട നല്ല മുതുക്ക് പന്നി ഉച്ചയ്ക്ക് കഴിക്കാൻ പന്നിറച്ചിയായാലോ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.